നമസ്കാരം. കൊൽക്കത്തയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 14 മരണം. ഇന്നലെ രാത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കൊൽക്കത്തയിലെ ഫാൽപത്തി മച്ചുവയ്ക്ക് സമീപമുള്ള ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായതെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി കമ്മീഷണർ അറിയിച്ചു. മരിച്ചവരിൽ ഒരാൾ തീപിടുത്തത്തെ തുടർന്ന് രക്ഷപ്പെടാൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ചാടിയവരിൽ ഒരാളെന്നാണ് വിവരം. ഇത്തരത്തിൽ രക്ഷയ്ക്കായി ചാടിയ മറ്റൊരാൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. രക്ഷ തേടി ടെറസിലേക്ക് ഓടിയെത്തിയ നിരവധി പേരെ ഹൈഡ്രോളിക് ഏണി ഉപയോഗിച്ച് അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ഋതുരാജ് ഹോട്ടൽ വളപ്പിൽ രാത്രി 8:15 ഈ തീപിടുത്തമുണ്ടായത്. 14 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നിരവധി പേരെ രക്ഷപ്പെടുത്തിയെന്ന് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ മനോജ് കുമാർ വർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തീ നിയന്ത്രണ വിധേയമാണെന്നും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അന്വേഷണത്തിനായി ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഭാവിയിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ തടയുന്നതിന് അഗ്നിസുരക്ഷ നടപടികൾ ഉണ്ടാകണമെന്നും കേന്ദ്രമന്ത്രിയും പശ്ചിമബംഗാൾ BJP പ്രസിഡന്റുമായ സുഗന്ധ മജുംദാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പശ്ചിമബംഗാൾ കോൺഗ്രസ് പ്രസിഡന്റ് ശുഭങ്കർ സർക്കാർ കൊൽക്കത്ത കോർപ്പറേഷനെ വിമർശിച്ച് രംഗത്ത് വന്നു. ഇതൊരു ദാരുണമായ സംഭവമാണ്. നിരവധി പേർ ഇപ്പോഴും കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മതിയായ സുരക്ഷ ഇവിടെ ഉണ്ടായിരുന്നില്ല. കോർപ്പറേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ലെന്നും ശുഭങ്കർ സർക്കാർ ANAയോട് പറഞ്ഞു.